പുതിയൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ കള്ളനും പോലീസ് എന്നാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കഥയുടെ ഒരു ഡെവലപ്മെൻറ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഇടിയും മിന്നലും എന്നാണ് അതൊക്കെ ഇട്ടേക്കുന്നത്. ഇതിൽ ഞാനുണ്ട്, പിന്നെ നമ്മൾ ആറെക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഓക്കെ പറഞ്ഞാൽ പുള്ളിനെ വെച്ച് ചെയ്യും. പിന്നെ നമുക്ക് ഇതിലേക്ക് അൻവറുണ്ട്, വിഷ്ണു കൊച്ചിക്കാരനുണ്ട്. വിഷ്ണു കൊച്ചിക്കാരൻ പറയും. നല്ലൊരു കഥയാണ് കേട്ടിട്ട്. എല്ലാവരും ഡേറ്റ് ഇതാണോ? എൻ്റെ സദ്യയുടെ ഡേറ്റ് കൂടി ക്ലാഷ് ആവും. ഇല്ല, അതാവില്ല. ചതി കുളങ്ങളില്ല. എന്തായാലും 19-ാം തീയതിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ഫണ്ട് ഗൾഫിൽ നിന്ന് കുറച്ച് വരാനുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും 3-4 ദിവസത്തിനുള്ളിൽ തന്നെ 19-ാം തീയതി ദുബായിൽ നിന്ന് ക്യാഷ് അല്ലേ? കാരണം ഈ കൂടുതൽ 20-ാം തീയതിയിൽ നിന്ന് 27-ാം തീയതിയിലേക്ക് കൂടുതൽ മാറ്റി വെച്ചു. അതുകൊണ്ട് ഭാഗ്യമായി. 20-ാം തീയതി 27-ാം തീയതി ആക്കി. 27 പെരേനായിട്ട് റോൾ ചെയ്തുകൊണ്ട് ആൾക്കാർ കാത്തിരിക്കുകയാണ് കൂടുതൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും ഇറങ്ങട്ടെ. പക്ഷേ ഇതൊരു നല്ലൊരു സബ്ജക്റ്റാണ്, പോലീസ് സ്റ്റോറിയാണ്. നമ്മൾ പണ്ട് വിനീതേട്ടൻ്റെ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നു, ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ. അത് വേറെ കഥ, ഇത് വേറെ സ്റ്റോറിയാണ്. നമ്മുടെ ജോവാക്കറിൻ്റെ പുള്ളിയാണ് അതിൻ്റെ കഥാതിരക സംഭാഷണം ഡയറക്ഷനൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ക്യാമറ മാപ്സിക്കും ജോവാക്കർ ടീമും കൂടിയാണ്. അപ്പോൾ നല്ലൊരു സബ്ജക്റ്റാണ്, എന്തായാലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിൽ വേറെ ഐഡിയയും കൂടി ഉണ്ട്. അത് ഈ വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജൂലൈയിൽ അതും കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ആശുപത്രി കിടക്കയിലെ ഡോക്ടറുടെ പ്രണയം. അപ്പോൾ അത് ഡോക്ടർ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വെബ് സീരീസാണ്. ഇതൊരു 10 സ്റ്റോറി ഉണ്ടാവും, എപ്പിസോഡ് ഉണ്ടാവും. ഈ ഇടിയും മിന്നലും തിങ്കളാഴ്ച നമുക്കൊരു റീല് ഷൂട്ടിംഗ് ഉണ്ട്, AJP ലവ് സ്റ്റോറി. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. പിന്നെ ആറെണ്ണം പലതും പറയും, അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളാവും. അപ്പോൾ അതുകൊണ്ട് പുള്ളി കുഴപ്പമില്ല. എന്തായാലും പുള്ളി എന്തായാലും വർക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി ഉണ്ടാവും. നമുക്ക് ഈഗോ പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ റിവ്യൂവിൻ്റെ ട്രെൻഡിങ് മാറിയപ്പോഴാണ് നമ്മൾ അഭിനയത്തിലേക്ക് വരുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ എല്ലാ മാസവും എല്ലാ ദിവസവും കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് ഫിലിംസും ആഡ് ഫിലിംസും ഒക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഓൺലൈനിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാരണം പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസ് ആൾക്കാർ മിക്സഡ് റിവ്യൂസ് ഇടാറുണ്ടല്ലോ. അതിപ്പോൾ അങ്ങനെ ഇട്ടാൽ മാത്രമേ കയറുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനോട് വിഷമം ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മളിനിയും ആക്റ്റീവായിട്ടിരിക്കുന്നു തന്നെ ചെയ്യും. കാരണം ഒരുപാട് കഥകൾ കേൾക്കുന്നു. സിനിമക്കുള്ളിലെ കഥകൾ ആയിട്ടൊരു സംഭവം ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. പക്ഷെ ആദ്യം ചെയ്യുന്നത് ഇടിയും മിന്നലുമാണ്. റിലീസാകുമ്പോൾ ഇപ്പോൾ ഷൂട്ടിങ്ങും ചെയ്യാൻ പോകുന്നത്. അത് കൂടുതൽ അപ്ഡേറ്റ് ഇനിയും പുറത്ത് വരും. പിന്നെ ഒരു യുദ്ധം എന്നൊരു ഷോർട്ട് മൂവി ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഇറങ്ങാനുണ്ട്. പിന്നെ ഉടൻ തന്നെ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഉണ്ട്. 20,000 പേര് കണ്ടു. അഭിലാഷ ടൈം യൂട്യൂബായി. പിന്നെ മാപ്സിക്കിൻ്റെ പേജ് വഴി 2 ലക്ഷത്തി സംതിങ് വ്യൂസായി. അപ്പോൾ ലോട്ടറി ടിക്കറ്റിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ താങ്ക് യു.